ഏകാന്തവും സുന്ദരവുമായ താഴ്വാരത്തിൻ്റെ വസന്തം വിരിയുന്ന വിരിമാറിൽ സ്റ്റാൻഡിനു മുകളിൽ ഒരാൾ പൊക്കത്തിലുള്ള ക്യാൻവാസ് ഉറപ്പിച്ചു. വരക്കാനും പെയിൻറ്റിങ്ങിനുമുള്ള സാമഗ്രികൾ ഒന്നൊന്നായി പുറത്തെടുത്തു മാറ്റിവെച്ചു. കുറച്ചു സമയം വരക്കാൻ പോകുന്ന രൂപത്തെ മനസ്സിൽ ആവാഹിക്കും വിധം കണ്ണുകളടച്ച് സ്മരണ പുതുക്കി. നരച്ച താടിക്കും മീശയ്ക്കും ഇടയിലൂടെ സുന്ദരമായ ചുണ്ടുകളിൽ മന്ദസ്മിതം വിരിയിച്ചുകൊണ്ട് ചിത്രം വരച്ചു തുടങ്ങി. അധികം ഇടവേളകളില്ലാതെ വരച്ചതുകൊണ്ടാകാം വൈകുന്നേരത്തോടെ അയാൾക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. വരച്ച ചിത്രത്തിലേക്ക് കണ്ണിമ വെട്ടാതെ ഏറെ നേരം നോക്കി നിന്നു. ഏറെ നാളായി തൻ്റെ ഉറക്കത്തിൽ സ്വപ്നത്തിൽ വന്നത് ഇതേ രൂപം തന്നെയാണെന്ന് വീണ്ടും വീണ്ടും പിറുപിറുത്തു. അത്രയേറെ മനോഹരിയായ ആ സ്വപ്നസുന്ദരിയെ അയാൾ ലാവണ്യ എന്ന പേര് വിളിച്ചു. അയാൾ ഒരിക്കലും അത് വിൽപ്പനക്കായി വരച്ചതായിരുന്നില്ല. പിന്നിട്ട ജീവിതത്തിലെ ഏകാന്ത യാത്രയിലെന്നോ ഒരു കൂട്ടിനായി അയാളും ദാഹിച്ചിരിക്കാം. അതിലൂടെ ഒരു സങ്കല്പസുന്ദരി മനസ്സിൽ വേരുറച്ചിരിക്കാം. അത് സ്വപ്നമായും പിന്നീട് ചിത്രമായും രൂപപ്പെട്ടിരിക്കാം. ക്യാൻവാസ് ചുരുട്ടിയെടുത്ത് വണ്ടിയിൽ വെച്ച് റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഏതാണ്ട് ഇരുട്ടി തുടങ്ങിയിരുന്നു. ആരോ നടന്നു വരുന്നത് ഗ്ലാസ്സിലൂടെ കണ്ടതുകൊണ്ട് അയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു നിമിഷം കാത്തു. എനിക്കൊരു ലിഫ്റ്റ് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് മറുപടിക്ക് കാത്തു നിൽക്കാതെ ഒരു പെൺകുട്ടി കാറിൻ്റെ പിൻസീറ്റിൽ കയറി. അയാൾക്ക് ചെറുതായി കോപം വന്നെങ്കിലും വണ്ടി മുന്നോട്ടെടുത്തുകൊണ്ട് എങ്ങോട്ടാ പോകേണ്ടത് എന്ന് ചോദിച്ചു. അവൾ അയാൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു. ശരി, ഞാനും അവിടേക്കാണ്. ഇരിക്കുമ്പോൾ എൻ്റെ ക്യാൻവാസ് മടങ്ങിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഹോട്ടലിനു മുന്നിൽ ഇറങ്ങുന്നതുവരെ അവർ പരസ്പരം സംസാരിച്ചില്ല. എന്തിനേറെ പരിചയപ്പെടുക പോലും ചെയ്തില്ല. പാർക്ക് ചെയ്ത് അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും അയാൾ ക്യാൻവാസ് ശ്രദ്ധാപൂർവം പുറത്തെടുക്കുന്ന തിരക്കിലായിരുന്നു. അതിന് വല്ല കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളെ തീർത്ത് കളയാനുള്ള കോപം മാത്രം അയാളുടെ മുഖത്ത് പ്രതിഫലിച്ചു. ലിഫ്റ്റിൽ മുകളിലേക്ക് കയറുമ്പോഴും അവൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരേ ഫ്ലോറിൽ ഇറങ്ങി ഒരേ ദിശയിൽ രണ്ടുപേരും നടന്നു നീങ്ങി. റൂമിൻ്റെ ചാവി എടുക്കാനായി നോക്കിയപ്പോൾ അത് കാറിലായി പോയല്ലോ എന്ന് അയാൾ ഓർത്ത് തിരിഞ്ഞപ്പോഴേക്കും അവൾ ചാവി നീട്ടി പിന്നിൽ നിൽക്കുന്നു. ഇതാണ് നോക്കുന്നത്, മറന്നപ്പോൾ ഞാനിങ്ങെടുത്തു. വാതിൽ തുറന്നുകൊണ്ട് അയാൾ പറഞ്ഞു, താങ്ക്സ്. അപ്പോഴാണ് അവളോട് അയാൾക്ക് കുറച്ച് ദയ തോന്നി തുടങ്ങിയത് എന്ന് തോന്നുന്നു. കോറിഡോറിലെ അരണ്ട വെളിച്ചത്തിൽ അവളെ മെല്ലെയൊന്ന് അയാൾ തിരിഞ്ഞു നോക്കി. അയാൾക്കുള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. വ്യക്തമല്ലാത്ത വെളിച്ചത്തിൽ വിശ്വാസം വരാതെ പിന്നെയും നോക്കി. ഞാൻ അകത്തേക്ക് വന്നോട്ടെ? പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഒരു മാസ്മരിക ലോകത്തിലെന്ന പോലെ അയാൾ തലയാട്ടി. എന്നെ മനസ്സിലായോ? ഞാൻ ലാവണ്യ. അയാളുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെയും പ്രണയത്തിൻ്റെയും വിസ്ഫോടനങ്ങൾ ഉണ്ടായി. ചുരുട്ടി വെച്ച ക്യാൻവാസ് നിവർത്താൻ തുടങ്ങിയവേ അവൾ അയാളെ തടഞ്ഞു. അതൊരിക്കലും പാടില്ല. ഒരു കുഞ്ഞിനെ പോലെ അയാൾ അവളെ അനുസരിച്ചു. അത് ഭദ്രമായി കട്ടിലിനടിയിൽ തള്ളിയ ശേഷം അവർ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു. അയാൾ ആ ചിത്രം ഒന്നുകൂടി കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിയിച്ചപ്പോഴൊക്കെ എന്നെ എടുത്തോ, എങ്കിൽ മാത്രം തുറന്നോളൂ എന്ന അവളുടെ മറുപടിയിൽ അയാൾ ആ ഉദ്യമം വേണ്ടെന്ന് വെച്ചു. കാരണം അവളെ പിരിഞ്ഞുള്ള ഒരു നിമിഷം അയാൾക്ക് ആലോചിക്കാൻ പറ്റാതെ ആയിരിക്കുന്നു. അവളോടൊത്തുള്ള അയാളുടെ പിന്നീടുള്ള ദിനങ്ങൾ തിരക്കുള്ളതായിരുന്നു. 50 കഴിഞ്ഞ അയാൾ ഒരു യുവാവിനെ പോലെ സുന്ദരനായി തുടങ്ങിയിരുന്നു. അയാളുടെ വരകൾക്ക് പതിവിലും ചാരുതയാർന്നു. ആവശ്യക്കാരുടെ എണ്ണം ഏറി തുടങ്ങിയിരുന്നു. ചിത്ര പ്രദർശനങ്ങളും അവാർഡ് നിശകളും പതിവായി. രാജ്യാന്തര മേളകൾക്ക് വരെ അയാളുടെ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു. അവളോടൊത്തുള്ള ജീവിതം സന്തുഷ്ടവും സ്നേഹനിർഭരവും ആയതിനാലാവാം അന്നു വരച്ച ലാവണ്യ എന്ന പടത്തെക്കുറിച്ച് അയാൾ ഏറെ നാളായി മറന്നുപോയിരുന്നു. ഇന്നത്തെ അഭിവൃദ്ധിക്കും പ്രസിദ്ധിക്കും കാരണം അവളുടെ ഐശ്വര്യമാണ് എന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുകയും പോകുന്നിടത്തൊക്കെ അവൾ സന്തത സഹചാരിയായി അയാളോടൊപ്പം കൂടുകയും ചെയ്തു. ഒരു ചിത്രം പോലെ മനോഹരമായ ആ താഴ്വാരത്തിൽ സ്വപ്നതുല്യമായ ഒരു കൊച്ചു വീട് അവർക്കായി അതിനകം ഒരുങ്ങിയിരുന്നു.
സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിനിടയിലാണ് ആ പഴയ ക്യാൻവാസ് അയാളുടെ കയ്യിൽ ഉടക്കിയത്. താൻ വരച്ച പ്രണയിനിയുടെ ജീവസുറ്റ ചിത്രം ഒന്നുകൂടി കാണുവാനുള്ള അമിതമായ ആഗ്രഹം അയാളിൽ നിറഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ വരവിന് ശേഷം അതിനുള്ളിലെ ചിത്രത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷയ്ക്കിടയിൽ അവളുടെ വിലക്കുകൾ വിഫലമായി. അവളെ തള്ളിമാറ്റി അത് നിവർത്തവേ അവൾ ഒരു പുകമറ പോലെ പിന്നിൽ മാഞ്ഞുപോയത് അയാൾ അറിഞ്ഞില്ല. അന്ന് വരച്ച ചിത്രം അതേ ഓജസ്സോടെ ഇരിക്കുന്നത് അയാൾ കൺകുളിർക്കെ കണ്ടു. എന്നാൽ അത് കാണാൻ അവൾ അവിടെ ഇല്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതും ഒരു ഭ്രാന്തനെ പോലെ അയാൾ അലറിക്കരഞ്ഞു. അവളുടെ അഭാവം അയാളെ ശൂന്യനാക്കിയിരുന്നു. അന്നു രാത്രി അയാൾ ഉറങ്ങിയില്ല. ഏതോ യാമത്തിൽ ഒരു ബോധോദയത്തിലെന്ന പോലെ അയാൾ എഴുന്നേറ്റ് അവളെ തിരഞ്ഞു നടന്നു. ഒടുവിൽ ഒരു വിഭ്രാന്തിയിലെന്ന പോലെ അവളുടെ ചിത്രത്തിന് പിറകിലായി അയാൾ സ്വന്തം ചിത്രം വരക്കാൻ ആരംഭിച്ചു. അങ്ങനെ അതുമായി സ്വയം അലിഞ്ഞലിഞ്ഞ് അയാളും അവളുടെ ലോകത്തേക്ക് യാത്ര തിരിച്ചു.